വെൽക്കം ടു കറിക്കൂട്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കൻ ഫുള്ളായിട്ടല്ല, ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വരഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഒരു മസാല നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു പിടുത്തം കുഞ്ഞുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ടൊമാറ്റോ, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ നമ്മൾ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് ഒരു തുണ്ടം വെളുത്തുള്ളി, പിന്നെ ഒരു 6-7 വറ്റൽമുളക് നമ്മൾ ജസ്റ്റ് ഫ്രൈ പാനിലോ ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ ഇനി അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കണേ. ഇപ്പോൾ ഇതാ ഇവിടെ കാണുന്ന പോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മൊത്തം നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ അല്പം മസാലകളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്ര ഇട്ടിട്ട് നമ്മളെല്ലാം കൂടി നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. എല്ലാം നന്നായിട്ട് മസാല ചിക്കനും നല്ലതുപോലെ ഇങ്ങനെ മിക്സായി വരണം കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂർ വെക്കണമെന്നില്ല, എങ്കിലും കുറച്ച് നേരം ഏറ്റവും കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. ഇതെല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ, നമ്മൾ പുറത്ത് വെച്ചാലും മതിയേ. നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ തീ പിടിപ്പിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഞങ്ങളിവിടെ ചിരട്ട കത്തിച്ചാട്ടോ തീ പിടിപ്പിച്ചേക്കുന്നത്. നല്ല പോലെ അത് നല്ല കനലായിട്ട് വരണം. അതിൻ്റെ തീയെല്ലാം കെട്ട് നല്ല പോലെ കനൽ തന്നെയായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നിട്ട് അതിൻ്റെ പുറത്താണ് നമ്മളിത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തീയൊക്കെ കത്തി കനലാവണ ടൈമും കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രില്ലിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മസാലയൊക്കെ പരട്ടി വെച്ച നമ്മുടെ ചിക്കനില്ലേ, അത് ഓരോ പീസായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. സെൻട്രൽ പൊസിഷനിൽ എപ്പോഴും അല്പം കട്ടിയുള്ള മാംസം കൂടുതലുള്ളതൊക്കെ സെൻറ്ററിലോട്ട്, അതായത് വേവ് കൂടുതൽ വേണ്ട ഭാഗങ്ങൾ സെൻറ്ററിലാക്കിയിട്ടും ബാക്കി വേവ് അധികം വേവ് ആവശ്യമില്ലാത്ത, അതായത് ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മാംസം കുറവുള്ളതോ ഇല്ലേ, അതൊക്കെ സൈഡിലായിട്ടും ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഇവിടെ ഇതൊക്കെ വെച്ചിങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ടേ. നിങ്ങളെൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ, പെട്ടെന്ന് പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് വെച്ചേക്കണേ, മറന്നു പോരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിരട്ടകളൊക്കെ കത്തി അവസാനത്തെ ചിരട്ടയും കത്തി തീരാറായിട്ടുണ്ട്. ഇത് കണ്ടോ, ലാസ്റ്റത്തെ നല്ല കനലായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളതിങ്ങനെ നമ്മുടെ ഗ്രില്ലിൽ അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കണം. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇച്ചിരി നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും വെച്ചാട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. ഞങ്ങൾ വൈകിട്ടാണ് ഈ പരിപാടി ആരംഭിച്ചത്, അതുകൊണ്ട് തന്നെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ സന്ധ്യയായിരുന്നു. ഏകദേശം ഒരു മണിക്കൂർ മിച്ചം എടുക്കും കേട്ടോ. നമ്മൾ ഭയങ്കരമായി ധൃതി പിടിച്ച് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ വരെ നല്ല പോലെ വേവണമെങ്കിൽ വളരെ ക്ഷമയോടുകൂടി തന്നെ ചെറിയ തീയിൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ വെച്ച് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം നല്ല ടൈം എടുത്താണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ ചിരട്ടയ്ക്ക് തീ പിടിപ്പിക്കുന്ന സമയത്തെ നമ്മൾ ഒന്നിലെ മെഴുകുതിരിയിലെ കർപ്പൂരം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളിട്ട് തീ കൊടുക്കണേ. അല്ലാതെ നമ്മൾ തീ പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ അങ്ങനത്തെ ഒന്നും നമ്മൾ തീ പിടിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ ആ ഒരു സ്മെല്ല് അങ്ങനെ നിൽക്കും, അത് ഈ ഇറച്ചിയിലോട്ടും പിടിക്കും. അത് ഭയങ്കരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലാത്ത രീതിയിലോട്ട് മാറും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അവസ്ഥയിലോട്ടൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, നമ്മുടെ കനൽ ചെറുതായിട്ട് ഇങ്ങനെ ചാരം വന്ന് മൂടി തുടങ്ങിയിട്ടുണ്ടല്ലേ, കെടാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇനി ഇങ്ങനെ കനൽ മുഴുവനും കെട്ടുപോവുകയാണെന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾ ചിരട്ടക്കരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറച്ച് ചിരട്ടയും കൂടെ നമ്മൾ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ആ കനലും കൂടെ ഇതിൻ്റെ അകത്തോട്ട് കോരിയിട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞങ്ങൾ എല്ലാവരും
വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഒലിവ് ഓയിലാട്ടോ ഇവിടെ ചേർത്തേക്കുന്നത്. നിങ്ങൾക്കൊരു ഒലിവ് ഓയിൽ ചേർക്കണം നിർബന്ധമില്ല, നിങ്ങൾ വെളിച്ചെണ്ണ ഊറ്റാലും മതി. ഒലിവ് ഓയിലും അതോടൊപ്പം തന്നെ ഇടയ്ക്ക് നമ്മൾ നാരങ്ങയും പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ ദാ നമ്മൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രാത്രിയായി എടുത്തപ്പം അവിടെ ഇച്ചിരി വെട്ടക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അകത്തേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് ഉണങ്ങി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നല്ല സ്മെല്ലാട്ടോ, സൂപ്പർ സ്മെല്ല് വരും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം, വിശ്വസിച്ച് കഴിക്കാം. ദാ ഇവിടെ ഇത് കണ്ട ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ വെജ് മയണൈസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് കാണണേ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ മറ്റൊരു ഹോമായി നമുക്ക് വീണ്ടും കാണാം.